ആ ഡീകംപ്രഷൻ വാൽവ് എക്സ്ട്രാ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് ഓട്ടോ ഡീകംപ്രഷൻ്റെ ഇത് ഒഴിവാക്കുക എന്നുള്ളത്. ഇത് ഒഴിവാക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇത് ഒഴിവാക്കാതിരുന്നാൽ നമ്മൾ കിക്ക് ചെയ്താൽ നോർമലായിട്ട് തന്നെ ചില സമയത്ത് ഡീകംപ്രഷൻ പ്രസ് ചെയ്യാതെ തന്നെ കിക്ക് ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ ഡീകംപ്രഷൻ പ്രസ് ചെയ്താലും കിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം കിക്കർ ടൈറ്റുള്ള സമയത്ത് മാത്രം ഡീകംപ്രഷൻ അപ്ലൈ ചെയ്താൽ മതിയാവും. എല്ലാ സമയത്തും നോർമൽ ഇതിൽ തന്നെ കിക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ഡീകംപ്രഷൻ ടച്ച് ചെയ്യാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനും പറ്റില്ല സ്റ്റാൻഡേർഡ് വണ്ടി. അപ്പോൾ അങ്ങനെ ഒരു ഓവർ ടൈറ്റ് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഈ ഒരു ഭാഗം ഡീകംപ്രഷൻ വാൽവ് വെക്കുന്ന ആളുകൾക്ക് ഈ ഒരു ഭാഗം ഒഴിവാക്കേണ്ട ഒരു കാര്യമില്ല. ഇനി അതാ ഒഴിവാക്കേണ്ട ഈ സാധനം വാങ്ങിച്ച് വെക്കണം. നിങ്ങൾ തിരിച്ച് വർക്ക്ഷോപ്പിൽ നിന്ന് എവിടെ നിന്നാണ് അയക്കുന്നത് ആ സാധനം, അതിൻ്റെ സ്പ്രിങ് ഉണ്ടാവും, പിന്നുണ്ടാവും, ഒരാമുണ്ടാവും. ഈ 3 സാധനം കൂടി വാങ്ങിച്ച് പാക്ക് ചെയ്ത് വീട്ടിൽ സൂക്ഷിച്ച് വെക്കുക. കാരണം പിന്നീട് ഇതിൻ്റെ ഒരു ആവശ്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വന്നതിൽ 3000 രൂപ വില, 3000ൻ്റെ അടുത്ത് വില വരുന്നുണ്ട് ഈ ഒറ്റ ക്യാമ്പിലിന് മാത്രമേ. ഈ സെറ്റ് മാത്രം ഒന്നിച്ചേ കിട്ടുള്ളൂ. അത് നിങ്ങൾ ആര് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം വർക്ക്ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങിച്ച് നമ്മൾ സൂക്ഷിച്ച് വെക്കുക. നിങ്ങൾ ഒഴിവാക്കണം നിർബന്ധം ഉണ്ടെങ്കിൽ. ഓക്കെ.